നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, വലിയ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഹിജാബ് വിവാദം. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നടക്കുന്ന ഹിജാബ് വിവാദം. നോക്കൂ, ഇതേ സമാന ഹിജാബ് വിവാദം ഏകദേശം 1.5 വർഷം മുൻപ് മറ്റൊരു സ്ഥലത്ത് നടന്നിരുന്നു. കർണാടക എന്ന് പറയുന്ന സ്നേഹത്തിന്റെ കട തുറന്നു എന്നൊക്കെ കോൺഗ്രസ്സുകാർ വാഴ്ത്തിയ കർണാടകയിൽ ഇതേ ഹിജാബിന്റെ വിവാദം നടന്നിരുന്നു. ഒരു മാറ്റവുമില്ല, ഇതൊക്കെ തന്നെയായിരുന്നു നടന്നത്. എന്താണ്, കുറച്ച് കുട്ടികൾ ഹിജാബ് അണിഞ്ഞു വരുന്നു. ഈ യൂണിഫോം അണിഞ്ഞു വരുന്ന കുട്ടികൾക്ക് പിന്നാലെ ഈ ഹിജാബ് അണിഞ്ഞു വന്ന ഏതാണ് അപ്പിക്കുപ്പായം. നമ്മുടെ ജാമിദ ടീച്ചറും അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ സാറൊക്കെ പറയുന്ന പോലെ ഇവന്റെയൊക്കെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആ അപ്പിക്കുപ്പായം ഇട്ട് അണിഞ്ഞു വരുന്നു. അതുമായിട്ട് സ്കൂളിൽ കയറാൻ അനുവദിക്കുന്നില്ല. കാരണം സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള ഈ കേരളം എന്ന് പറയുമ്പോൾ നാണിച്ച് തല താഴ്ത്തി അപമാന ഭാരത്താൽ ഓരോ മലയാളിയും കഴിയേണ്ട അവസ്ഥ വരുന്നു. നോക്കൂ, കുട്ടികളിൽ ജാതിയോ മതമോ അതല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെയോ ഒന്നിന്റെയും വേർതിരിവ് കാണാതിരിക്കാൻ വേണ്ടി വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അണിഞ്ഞു വന്ന് കുട്ടികളിൽ ഒരു വിഭിന്നത വേണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും സ്കൂളുകളിൽ യൂണിഫോം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. ആ സ്കൂളിൽ വരുന്ന കുട്ടികൾ ഒരേ വർണ്ണത്തിലുള്ള വസ്ത്രം അണിയുന്നു, ഒരേ രീതിയിൽ വരുന്നു, നല്ല അച്ചടക്കത്തോടെ പോകുന്നു. അതിന് യൂണിഫോം എന്ന് പറയും. ആ യൂണിഫോമിന് ഇടയ്ക്കാണ് ഇവന്റെയൊക്കെ അപ്പിക്കുപ്പായം തിരുകിക്കൊണ്ടുള്ള ശുദ്ധ ചെറ്റത്തരം 1.5 വർഷം മുൻപ് കർണാടകയിൽ നടന്നത്. അവിടെ അത് വിജയിച്ചില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? കർണാടക ഹൈക്കോടതി വരെ ആ കേസെത്തി. കർണാടക ഹൈക്കോടതി പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ നിർബന്ധമൊന്നും പിടിച്ചിട്ട് കാര്യമില്ല, സ്കൂളാണ്, സ്കൂളിൽ യൂണിഫോം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. യൂണിഫോം അണിഞ്ഞ് പോകാൻ പറ്റാത്തവന്മാർ വല്ല വെളിച്ചെണ്ണ കുപ്പിയായിട്ട് മദ്രസയ്ക്ക് വിട്ടോ എന്ന രീതിയിൽ തന്നെ ഈ പറയുന്ന ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചുകൊണ്ട് വിട്ടോ എന്ന് പറഞ്ഞു ഓടിച്ചു സുഡാപ്പികളെ, മദ്രസ പൊട്ടൻ വെളിച്ചെണ്ണ സുഡാപ്പികളെ. അത് കഴിഞ്ഞ് അടുത്തത് കേരളത്തിലാണ് ഇവരുടെ പരീക്ഷണം. ആ പരീക്ഷണം അവർ വിജയിച്ചു എന്ന് തന്നെ പറയണം. കാരണം വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന വി ശിവൻകുട്ടി തന്നെ ഇവർക്ക് അനുകൂലമായി നിൽക്കുക, യൂണിഫോം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്, അതിന്റെ തത്വം പോലും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് നിയമസഭ തല്ലിപ്പൊളിച്ച ക്രിമിനൽ കേസിലെ 3ാം കാലും കാണിച്ച് നൃത്തം ചവിട്ടിയ നൃത്തമൊക്കെ നമ്മൾ കണ്ടതാണ്. സംസ്കാരം എന്തെന്നറിയാതെ നിയമസഭ എന്ന് പറയുന്ന ആ ക്ഷേത്ര തുല്യമായിട്ടുള്ള അവിടെ ആഭാസത്തരം കാണിച്ചവൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കാനും കാണാനിരിക്കുന്നേയുള്ളൂ. മണ്ടൻ മലയാളി, അടിമ മലയാളി, മതം തീവ്രവാദികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന മലയാളി എന്ന് മാത്രമേ പറയാനുള്ളൂ. നോക്കൂ, ഇതിനിടയ്ക്ക് ഹൈബി ഈഡൻ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ ഒരു നാടകം കളിച്ചിരുന്നു. കോൺഗ്രസിന്റെ നേതാവ്, MP. എന്തായിരുന്നു ഛത്തീസ്ഗഡ് വിഷയത്തിൽ 2 കന്യാസ്ത്രീകൾ എന്നവരെ വിളിക്കുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട്. കാരണം അവിടെ മനുഷ്യക്കടത്തും മതപരിവർത്തനത്തിനും വേണ്ടിയ 2 ക്രിമിനൽ കേസ് പ്രതികൾ, ആ ക്രിമിനൽ കേസ് പ്രതി BJP ഭരിക്കുന്ന സംസ്ഥാനം എന്നുള്ളതും കൊണ്ട് മാത്രം തന്നെ ആ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പിന്നെ BJP-ക്കാരും മെനക്കെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ജാമ്യമെടുത്ത് കേന്ദ്ര ആഭ്യന്തരത്തിൽ പോലും കൈകടത്തലുകൾ ഉണ്ടായി. അതല്ലെങ്കിൽ ഈ സംസ്ഥാനം ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP-യുടെ അവരുടെ ഭരണതലത്തിൽ പോലും കൈകടത്തലുണ്ടായി. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പ് വരാതെ ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച വലിയ കുൽസിതങ്ങളൊക്കെ കണ്ടവരാണ് നമ്മൾ. അന്ന് ഛത്തീസ്ഗഡ് വിഷയം വന്ന സമയത്ത് സകല ക്രിസ്ത്യാനികളും BJP-ക്കിട്ട് ചൊറിഞ്ഞതൊക്കെ കണ്ടിരുന്നില്ലേ? അപ്പോഴവർ മറന്നു. എന്തൊക്കെയാ മറന്നത്? ഒരുപാട് പള്ളിയിലച്ചന്മാരുടെ അരമനയിലേക്ക് വരെ ഇസ്ലാമിക ജിഹാദികൾ കയറിക്കൊണ്ട് അച്ഛന്മാരെ കൊല്ലാനും അതല്ലെങ്കിൽ കലാപം നടത്താനും വേണ്ടി ശ്രമിച്ച സമയത്ത് എന്താ നടന്നേ? അപ്പോഴൊക്കെ ഇവർക്ക് സംരക്ഷണം ഒരുക്കിയത് ആരായിരുന്നു? അതേടോ, BJP-യും RSS-ഉം ഹിന്ദു സംഘടനകളും തന്നെയെ ജിഹാദികളിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവറ്റകൾക്ക് അപ്പോൾ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു സൂക്കേടുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കാണാറുണ്ട്. എത്രയൊക്കെ സഹായിച്ചു കഴിഞ്ഞാലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ അകറ്റി നിർത്തുന്ന അച്ചായന്മാർക്ക് എന്തായാലും ഈ കിട്ടിയത് 1.5 കിട്ടൽ തന്നെയാണ്. നോക്കൂ, ഇതിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന്റെ അപ്പുറം ഇപ്പുറം ഒരുപാട് സുഡാപ്പി സ്കൂളുകളുണ്ട്. ആ സുഡാപ്പി സ്കൂളുകളിൽ പോവാതെ ഒരു സഭാ നടത്തിപ്പ് സ്കൂളിലേക്ക് തന്നെ വരിക. എന്നിട്ടോ ഈ കുട്ടി മൂന്നാമത്തെ അഡ്മിഷൻ ആണത്ര ഈ കുട്ടിയുടേത്. മറ്റു സ്കൂളുകളിൽ നിന്ന് വെട്ടി അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവന്റെയൊക്കെ ഉള്ളിലുള്ള മതം തിന്ന ആ ഒരു മതം തീനി ഉണ്ടല്ലോ, ആ മതം തീനികൾ ഉണരുന്നു. അവനൊക്കെ അവന്റെ ജബ്ബാർ മാഷും ആരിഫ് ഹുസൈനും അതല്ലെങ്കിൽ ജാമിദ ടീച്ചറും പറയുന്ന
അപ്പിച്ചാക്കുമണി ആ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. അവിടെ യൂണിഫോം ഒന്നും ഞങ്ങൾ ഇടൂല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊതമാണ്, മതമാണ് വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊതക്കുപ്പായം, മതക്കുപ്പായമാണ് വലുതെന്നും പറഞ്ഞു വരുന്നു. അത് അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഇവിടത്തെ ആഭാസ മന്ത്രി മാറുന്നു. കവല ചട്ടമ്പികൾ പോലും പറയുന്നതിനേക്കാൾ നാണം കെട്ട രീതിയിൽ ഈ പറയുന്ന സെന്റ് മേരീസ് റീത്ത സ്കൂളിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മര്യാദയ്ക്ക് നിന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മെയിൽ അയക്കുന്നു. എന്തിനു വേണ്ടി? ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇസ്ലാമിക കൊടുംഭീകരത എത്രത്തോളം ഈ കേരളത്തിൽ എത്തി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈബി ഈഡൻ MP ആയാലും ഈ പറയുന്ന വി ശിവൻകുട്ടി ആയാലും ഏതവനാണെങ്കിലും ക്രിസ്ത്യാനികളെ നിനക്കൊന്നും ഒരു രക്ഷയുമില്ല, ഇവനൊന്നും നിന്റെ രക്ഷയ്ക്ക് വരില്ല. കാരണം ഇവിടെ കേരളത്തിൽ ഇസ്ലാമിക ജിഹാദികളുടെ രക്ഷയ്ക്കും അവന്റെയൊക്കെ ആ സംഘടിത വോട്ടും മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ പറയുന്ന ഹൈബി ഈഡൻ ആയാലും വി ശിവൻകുട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും മറ്റേതൊരു പാർട്ടി ആയാലും നിനക്ക് രക്ഷ BJPയും സംഘപ്രസ്ഥാനങ്ങളും ഹിന്ദു സംഘടനകളും ഹൈന്ദവ സഹോദരങ്ങളും മാത്രമായിരിക്കുമെന്ന് നീ മനസ്സിലാക്കിക്കോ. നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ ഫാദർ ജോഷി മയ്യാറ്റിൻ എന്ന് പറയുന്ന ഇവരുടെ KCBCയുടെ ഒരു പ്രതിനിധി കൃത്യമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ STP എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദികളുടെ രാഷ്ട്രീയ സംഘടനയുള്ള STP, ആ STP എത്രത്തോളമാണ് കേരള ഭരണത്തിൽ പോലും പിടിമുറുക്കിയത് എന്നതിന്റെ അവസാനത്തെ നേർക്കാഴ്ച തന്നെയാണ് ഈ പറയുന്ന കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഈ പറയുന്ന ഹിജാബ് വിഷയമെന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. കുഞ്ഞാടുകളെ കേൾക്കുക, നിങ്ങളുടെയൊക്കെ അച്ഛൻ തന്നെയാ പറയുന്നത്. എടാ അച്ഛനാടാ പറഞ്ഞത്, കത്തി താഴെ എടാ അച്ഛനാടാ പറഞ്ഞത്. ഇനിയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രേമവും കോൺഗ്രസ് പ്രേമവും ഒക്കെ അങ്ങനെ കുത്തി കുത്തി തിരികാതെ അല്പമെങ്കിലും തലയിൽ മൂള വെച്ചുകൊണ്ട് ചിന്തിക്കുക. നിനക്കൊക്കെ രക്ഷ BJPയും RSSഉം എക്കാലവും ആവുമ്പോൾ അവരൊക്കെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും ഓടിപ്പാഞ്ഞ് നടക്കില്ല. ഇമാതിരി വൃത്തികെട്ട ചിറ്റമ്മ നയം BJPയോടും RSSനോടും ഹിന്ദുക്കളോടും സ്വീകരിക്കുമ്പോൾ എന്ന് ഓരോ ക്രിസ്ത്യാനിയോടും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഫാദർ ജോഷി മയ്യാറ്റിൻ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഒന്ന് കേട്ട് നോക്കാം മക്കളെ, നമുക്ക് കേൾക്കാം. ഫാദർ ജോഷി മയ്യാറ്റിൽ തത്സമയം ചേരുകയാണ്. ഫാദർ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് താങ്കൾ വായിച്ചുവല്ലോ. ഫാദർ ജോഷി മയ്യാറ്റിന് പുറമെ ശ്രീ മുജീബ് റഹ്മാൻ, ഒപ്പം ശ്രീ പണിക്കർ എന്നിവരുമുണ്ട്. ഫാദർ, താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വായിച്ചുവല്ലോ. ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? കോടതി വിധികളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കത്തക്കതാണോ ഈ പറയുന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പ്? മഞ്ജുഷ, ഇത് വെറും നാടകം കളിയാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മന്ത്രി നാടകം കളിക്കുന്നു, MP നാടകം കളിക്കുന്നു, രണ്ടുപേരും നാടകം കളിക്കുകയാണ് ഇവിടെ. MP എന്ന് പറഞ്ഞാൽ ഹൈബി ഈഡൻ. ഇപ്പൊ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നല്ലോ. അവിടെ മാനേജർക്കും അവിടെ പ്രിൻസിപ്പാളിനും കർശന നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ കൃത്യമായി കേട്ടുകൊള്ളുക, ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനോ ലഭിച്ചിട്ടില്ല. ഒന്ന്, ആധികാരികമാണോ ഫാദർ താങ്കൾ പറയുന്ന? ആധികാരികമായിട്ട് ഞങ്ങൾ ആധികാരികമായിട്ട് തന്നെ ആധികാരികമായിട്ട് ഞാൻ കൊച്ചി രൂപതയിൽ ഒരു അച്ഛനാണ്. ആ കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു കോൺവെന്റ് ആണിത്. ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും എനിക്ക് പരിചയമുള്ളവരാണ്. ഞാൻ ഈ നിമിഷം കൂടി അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഇക്കാര്യം പറയുന്നത്. രണ്ട്, ഹൈബി ഈഡൻ, MP ഹൈബി ഈഡനും നാടകം കളിക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു. അതായത് അദ്ദേഹം ആ കുടുംബത്തോടും, അതായത് ഈ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ സംസാരിച്ചു. പ്ലസ് അദ്ദേഹം പറഞ്ഞ എന്താണ്, ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു, അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. എങ്കിൽ കേട്ടുകൊള്ളുക, ശ്രീ ഹൈബി ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറുമായിട്ടോ സംസാരിച്ചിട്ടുള്ള. കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല, ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം. മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ നാളെ വരട്ടെ, രാഷ്ട്രീയക്കാരില്ലാതെ വരട്ടെ. ഇതുപോലുള്ള തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് അവർക്ക് സംസാരിക്കാനുള്ളത്. ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന CPM-ഉം വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്?
ഒക്ടോബർ 10 ഈ പിതാവ് അവിടെ വന്നപ്പോ, ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതാരാണ്? അതാരാണ്? തൃപ്പൂണിത്തുറയിലെ STPIയുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത്. അവരോട്, സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ്. STPIയുടെ തൃപ്പൂണിത്തുറയിലെ നേതാവ്. ഇനി അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് 6-7 പേര് ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ. അതാരാണ്? STPI ആണ്. ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആ കുട്ടി ഈ ജൂൺ മാസത്തില് ആണ് അവിടെ വന്ന് ചേർന്നത്. ഈ കുട്ടി 3ാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. 3ാമത്തെ സ്കൂളിൽ നോക്കൂ, ഈ കുട്ടി 3ാമത്തെ സ്കൂളിലാണ് മാറി മാറി വരുന്നത്. ഈ കുട്ടി പഠനത്തിൽ ആവറേജിനും താഴെയായിരുന്നു അത്രേ. അങ്ങനെ ഈ പറയുന്ന സെന്റ് റീത്ത സ്കൂളിൽ വന്ന സമയത്ത് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, കുട്ടി പഠനത്തിൽ കുറച്ച് മോശാന്ന് പറഞ്ഞപ്പോ ഈ സിസ്റ്റർമാരെന്താ പറഞ്ഞെന്ന് അറിയാമോ? അങ്ങനത്തെ കുട്ടികളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് അവരെ നമ്പർ 1 ആക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ടീമിന് അങ്ങോട്ട് അഡ്മിഷൻ കൊടുത്തത്. അച്ഛൻ പറയുന്നുണ്ട്, മക്കളെ ചിരിക്കണോ കരയണോ എന്ന് ഞമ്മന്റെ കുഞ്ഞാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നാ മതി. കാരണം മതം മാറ്റാനും ഇവിടെ കൃത്യമായിട്ട് പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റാൻ അതല്ലെങ്കിൽ മനുഷ്യക്കടത്തിനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഹിന്ദുവും ഒരു കുഞ്ഞാടിനെയും വെറുതെ വിടില്ല. ഒരു കുഞ്ഞാടിനോട് സോഫ്റ്റ് കോർണറോടുകൂടി സംസാരിക്കില്ല. ഇവിടത്തെ നീതിന്യായ നിയമവ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും ഏത് സമയത്തും ഓരോ ഹിന്ദുവും സംരക്ഷണം നൽകും ഇസ്ലാമിക ജിഹാദികളിൽ നിന്ന്. അത് മനസ്സിലാക്കാതെ ഇനിയും കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്സുകാർക്കും എന്തിനേറെ തീവ്രവാദികളുടെ വേദിയിൽ പോലും പോയിട്ട് പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇങ്ങനെ കൊണയ്ക്കണത് നമ്മൾ കാണാറുണ്ട്. ആ കൊണയൊക്കെ കൊണച്ചുകൊണ്ട് ഇനിയും നിന്നെയൊക്കെ BJPയും RSSും മാത്രമേ നിന്നെയൊക്കെ സംരക്ഷിക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് നീയൊക്കെ ഇനിയും RSSനും BJPക്കും എതിരെ കൊണയ്ക്കുമ്പോൾ ചിന്തിച്ചാൽ നന്ദി ഉണ്ടാവില്ല എന്നറിയാം. എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അച്ഛൻ വീണ്ടും പറയുകയാണ്, മക്കളെ കത്തി താഴെയിടാ, കത്തി. എന്തുകൊണ്ട് അന്വേഷിക്കട്ടെ? എന്തുകൊണ്ട്? ഇനി 3ാമത്തെ സ്കൂളിൽ ഇവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടി പഠനത്തിൽ വളരെ പുറകിലാണ്. അപ്പോൾ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക വ്രതമാണ്. ആ രീതിയിൽ അവരെ സ്വീകരിച്ചു. ഇനി ഈ കുട്ടി ജൂൺ 2-ാം തീയതി അവിടെ വന്നു. ആദ്യം ഹിജാബ് ധരിച്ചു വന്നു. പക്ഷെ ഓർക്കണം, അതിനു മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം ഇവർ കൊടുത്തിരുന്നു. കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ കൃത്യമായി ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അവർ അംഗീകരിച്ചതാണ്. അങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. മുടി പിന്നിട്ട് 2ആയി പിന്നിട്ടിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിവാദം കെട്ടടങ്ങി ഉച്ചയോടുകൂടി ആയിരുന്നുവല്ലോ. പക്ഷെ ഫാദർ അത് പറയുകയാണ്, ഹൈബി ഈഡൻ അവിടെ വന്ന് നാടകം കളിക്കുകയായിരുന്നു, ഒരു തരത്തിലുള്ള സമവായവും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്റെ കുട്ടിയെ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? നോക്കൂ, മുതലെടുപ്പാണ് ഈ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത്. നമ്മുടെ രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോ നമ്മുടെ രാഷ്ട്രീയക്കാരിൽ BJP ഇല്ലട്ടോ പള്ളിയിൽ അച്ഛ, കത്തി കത്തി. അത് CPMഉം കോൺഗ്രസും മാത്രമാണ് ഈ പറയുന്ന ജോഷി അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് അച്ഛന്മാർ പറയുന്നതെങ്കിലും കേട്ടിട്ട് കുഞ്ഞാടികളെ, ഇനി കേരള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്നൊക്കെ പറഞ്ഞു ഇനിയും വോട്ട് കുത്തി നീയൊക്കെ ജയിപ്പിച്ചു കൊടുക്ക്. നീ കോൺഗ്രസിനെ ജയിപ്പിച്ചാലും നീ കമ്മ്യൂണിസ്റ്റിനെ ജയിപ്പിച്ചാലും നിനക്ക് ഈ പറയുന്ന ഹൈബി ഈഡനെയും ഈ ശിവൻകുട്ടിയെയും ഒക്കെ തന്നെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മതിയിടോ. നീയൊന്നും BJPക്ക് വോട്ട് കുത്തിയില്ലെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഒരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ലടോ. നിനക്ക് മര്യാദയ്ക്ക് കേരളത്തിൽ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക ജിഹാദികളിൽ നിന്ന് സംരക്ഷണം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മതിയിടോ BJPയെയും RSSനെയും പിന്തുണയ്ക്കുക. അല്ലാതെ നിന്റെയൊക്കെ എല്ലാ കാലത്തെയും ആ കൊണക്കലുണ്ടല്ലോ BJPയെയും RSSനെയും ഹിന്ദുത്വ സംഘടനകളെയും കാണുമ്പോൾ
ചെറ്റത്തരം കാണിച്ചാൽ ഹിന്ദുത്വ സംഘടനകൾ വെറുതെ ഇരിക്കില്ല. മതം മാറ്റിയാൽ ഹിന്ദുത്വ സംഘടനകൾ വെറുതെ ഇരിക്കില്ല. ഈ മനുഷ്യക്കടത്ത് നടത്തിയാൽ ഹിന്ദുത്വ സംഘടനകൾ വെറുതെ ഇരിക്കില്ല. മതവർഗീയത നടത്തിയാൽ ഹിന്ദുത്വ സംഘടനകൾ വെറുതെ ഇരിക്കില്ല. അവിടെ RSS വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് ആ വെറുതെ ഇരിക്കാത്തത് കാണുമ്പോൾ, നിനക്കൊക്കെ കൊണയ്ക്കാൻ തോന്നുമ്പോൾ, ഇതുപോലെ ജിഹാദികൾ വന്ന് മേയുമ്പോൾ നിനക്കൊക്കെ സംരക്ഷണം ഈ പറയുന്ന RSSഉം BJPയും ഹിന്ദു സംഘടനകളുമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും കുഞ്ഞാടുകളെ മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ നന്ന്. അല്ലെങ്കിൽ നിന്റെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എവിടെ? ഈ അൽഘോരളത്തിൽ. കാരണം SDP എന്ന് പറയുന്ന ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇസ്ലാമിക ഭീകര സംഘടന നിരോധനം നേരിട്ട് ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ തീഹാറിൽ ഉണ്ടെന്നും വെളിച്ചെണ്ണ ക്രിയകളും ഒക്കെ നടത്തി ജീവിച്ചു പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDP വേണ്ടി ഇവിടുത്തെ V ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ, ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കച്ച കെട്ടിയിറങ്ങുമ്പോൾ, ക്രിസ്ത്യാനി നീ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, നിനക്ക് രക്ഷ BJP, നിനക്ക് രക്ഷ RSS, നിനക്ക് രക്ഷ ഓരോ ഹൈന്ദവ സംഘടനകളും, നിനക്ക് രക്ഷ ഓരോ ഹിന്ദു സഹോദരങ്ങളും മാത്രമാണെന്ന് മനസ്സിലാക്കിക്കോ. കേൾക്കാം നമ്മുടെ ഷാജി അച്ഛന്റെ ബാക്കി വാക്കുകൾ. നാടിനെ കുട്ടിച്ചോറാക്കാൻ, അതായത് SDPIയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ. എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞത് എന്താ? ഇവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരാന്ന് പറഞ്ഞേ? വേറെ ആരൊക്കെയാണ്? SDPIയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ. ഈ SDPI കോൺഗ്രസിനെ ഇപ്പോൾ മൂടി. ഇതേ SDPI തന്നെയാണ് ഈ മന്ത്രിയെയും ഇപ്പൊ മൂടിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. താങ്കളുടെ ഒരു വാക്കുകൾ കേൾക്കാം. താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ എല്ലാം അവസാനിച്ചു, ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കാര്യമായി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല സ്കൂളിൽ നിന്ന്. പക്ഷെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇടപെട്ട് ഇങ്ങനെ പറയുമ്പോൾ നോക്കൂ, ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പറയുന്നത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നത്, നോക്കൂ പോളിസി എന്താണോ അത് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. അങ്ങനെയാണ് എങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഈ വിവാദം അതോടുകൂടി കെട്ടടങ്ങേണ്ടതാണ്. 2 ദിവസത്തെ അവധിക്ക് ശേഷം നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ കുട്ടി മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ യൂണിഫോം കംപ്ലൈ ചെയ്ത് ആ സ്കൂളിൽ പോയി അതിന്റെ പഠനം തുടരേണ്ടതാണ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണയായി ഇരിക്കുന്ന സമയത്ത് എന്താവശ്യത്തിനാണ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം അത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ്. എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത് ഇനി ഹൈക്കോടതിയുടെ വിധിക്ക് എങ്ങനെ വിരുദ്ധം എന്നറിയാമോ? കർണാടകയിൽ ഇതേപോലെ ഹിജാബ് വിഷയവുമായിട്ട് ഈ SDP തീവ്രവാദികൾ ഇറങ്ങിയ സമയത്ത് കേസ് കോടതിയിലെത്തി, ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി പറഞ്ഞു, ഓടിക്കോ മദ്രസ പൊട്ടന്മാരെ, വെളിച്ചെണ്ണ കന്നാസുമായി ഓടിക്കോ, നിന്റെ പരിപാടി ഇവിടെ നടക്കില്ലെന്ന് ഹൈക്കോടതി ഓടിച്ചു. ഹൈക്കോടതി എഗെയിൻസ്റ്റ് ആയ സമയത്ത്, ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായില്ല എന്ന് കണ്ട സമയത്ത് എന്ത് ചെയ്തെന്ന് അറിയാമോ? സുപ്രീം കോടതിയിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ടീം പോയി. വെളിച്ചെണ്ണ ടീം സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയിൽ 4 അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. അതിൽ 2 അംഗ ബെഞ്ച് അനുകൂലവും 2 അംഗ ബെഞ്ച് പ്രതികൂലവും പറഞ്ഞു. പക്ഷേ 2 എണ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ആ വിധി ഭൂരിപക്ഷ വിധിയല്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, ഇയാൾ തിട്ടൂരം ഇറക്കിക്കൊണ്ട് സ്കൂളിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ കുട്ടി അണിഞ്ഞു വരുന്ന ഡ്രസ്സും ഇട്ടൊന്ന് കയറ്റിക്കോണം, അല്ലാതെ നിന്റെ ഒന്നും പോക്കറ്റിൽ നടത്താൻ പറ്റില്ലെന്ന് സ്കൂളിനോട് പറയുക. നോക്കൂ, ഇത് സ്കൂളിന്റെ പരമാധികാരത്തിൽ പെട്ടതാണ്. ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടും ഞങ്ങൾക്ക് കോടതിയും തേങ്ങയൊക്കെ മാങ്ങയാണെന്ന് പറഞ്ഞു നടക്കുന്ന, അതല്ലെങ്കിൽ പണ്ട് സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന ആ രീതിയിലേക്ക് കൃത്യമായിട്ട് V ശിവൻകുട്ടി വരെ പെരുമാറുമ്പോൾ, ഇനി വിഷയം കോടതിയിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷെ V ശിവൻകുട്ടിക്ക് നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തത് കൊണ്ട് രാജിവെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എത്രയൊക്കെ കോടതിയിൽ നിന്ന് വഴക്ക് കേട്ടാലും ഇറങ്ങി പോടാതിയൊക്കെ എന്ന് പറഞ്ഞാലും ഇറങ്ങാതെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ള നാട്ടില് ഇവനൊന്നും ഇറങ്ങിപ്പോവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ വിഷയം എന്തായാലും ഈ കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഈ ശിവൻകുട്ടി വിഷയം കോടതിയിൽ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ശ്രീജിത്ത് പണിക്കരുടെ ബാക്കി വാക്കുകൾ കേൾക്കാം. സംസാരിക്കുന്നത് ഈ കുട്ടിയുടെ മൗലിക സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച്, വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെയാണ്. അത് 21 ആർട്ടിക്കിൾ അനുസരിച്ചിട്ടുള്ള ജീവിക്കാനുള്ള
സ്വാതന്ത്ര്യത്തിലും 25, 26 മതസ്വാതന്ത്ര്യത്തിലും ഒക്കെയാണ് പറയുന്നത്. പക്ഷെ 26ാമത്തെ ആർട്ടിക്കിൾ കൊണ്ട് നമ്മുടെ ഭരണഘടന ഫാദർ ജോഷി മയ്യാറ്റിൽ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് മറുപടി നൽകാനായിട്ട് DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിൽ നേരത്തെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഷിയാസ്, ഞാൻ വീണ്ടും വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ അദ്ദേഹം ലത്തീൻ സഭയുടെ ഒരു മുതിർന്ന വൈദികൻ കൂടിയാണല്ലോ, KCBCയുടെ പ്രതിനിധിയുമാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉച്ചയ്ക്ക് നടന്നതൊക്കെ നാടകമായിരുന്നു എന്നാണ്. ഹൈബി ഈഡൻ അങ്ങനെ നേരിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ്. എന്താണ് ഷിയാസ് നടന്നത് ശരിക്കും? ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി സ്കൂൾ മാനേജ്മെന്റും അതുപോലെ ബന്ധപ്പെട്ട വൈദികരും എല്ലാവരുമായി ഞങ്ങൾ ഇതുമായി പേര് ഒരു പബ്ലിക് മനസ്സിലായിക്കോ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഈ പാരന്റ്സിനെയും ഞങ്ങൾ ബന്ധപ്പെട്ടു. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ നാടിന്റെ നിയമവശങ്ങളും ഇപ്പോൾ ചില ആളുകൾ ചേർന്ന് ആസൂത്രിതമായി ഉണ്ടാക്കുന്ന സാമുദായിക പ്രശ്നങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായി കുടുംബത്തെ ബോധ്യപ്പെടുത്തി. അവർക്ക് വളരെ കൃത്യമായി അത് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ഈ പറയുന്ന സ്കൂളിലെ പഠിക്കുന്ന കുട്ടിയുടെ സ്ഥാനത്ത് പിതാവും ഞാനും ഹൈബി ഈഡനും മുൻ മന്ത്രി ശ്രീ ഡോക്ടർ പ്രസന്റേഷൻ ചിലവര് MLA കെ ബാബു മുൻ മന്ത്രി ഞങ്ങൾ എല്ലാവരും വന്ന് പത്രസമ്മേളനം നടത്തി. ഇതാണ് ഇവന് ഷിയാസിന് പറയാനുള്ളത്. ഷിയാസ് ആയാലും ജബ്ബാറായാലും മുഹമ്മദായാലും ഒക്കെ മദ്രസയിൽ പോയത് കൊണ്ട് എന്തായിരിക്കും ഗുണം എന്നുള്ളത് നമ്മൾക്കറിയാം. എന്തായാലും കർണാടകയിൽ നടത്തി പരാജയപ്പെട്ട ഹിജാബ് വിഷയം കേരളത്തിൽ നടത്തി ജിഹാദികൾ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും അതിന് അനുകൂലമായിട്ട് പച്ചക്കൊടി കാണിക്കുക എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിലെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ജീവിതം എന്നുള്ളതും എത്രത്തോളമാണ് കുഞ്ഞു മക്കളിൽ പോലും സ്കൂൾ തലങ്ങളിൽ പോലും ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കളികളെന്നും ആ തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന ശിവൻകുട്ടിയുടെ കുൽസിതങ്ങളും എന്ന് ഇനിയെങ്കിലും ക്രിസ്ത്യാനി മനസ്സിലാക്കിയാൽ നന്ന്. കാരണം ഒരിക്കലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. കോയമാരെ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും വിശ്വസിച്ച് ഇടതിനും വലതിനും മാറി മാറി വോട്ട് കുത്തി ജയിപ്പിക്കുമ്പോൾ നീ മനസ്സിലാക്കുക, ഇടതിനും വലതിനും എന്ന് പറഞ്ഞാൽ ഇവിടെ SDP ആയാലും മുസ്ലിം ലീഗ് ആയാലും INL ആയാലും PDP ആയാലും സകല തീവ്രവാദികളും നിയന്ത്രിക്കുന്ന സംഘടനകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് ഇനിയെങ്കിലും ക്രിസ്ത്യാനി മനസ്സിലാക്കിക്കോ. ഇനിയെങ്കിലും അടിമ ജോലി ചെയ്യുന്ന ഹിന്ദു സഖാവേ, അടിമ ജോലി ചെയ്യുന്ന ഹിന്ദു കോൺഗ്രസ്സുകാരാ, അടിമ ജോലി ചെയ്യുന്ന ക്രിസ്ത്യാനി സഖാവേ, ക്രിസ്ത്യാനി കോൺഗ്രസ്സുകാരാ, മനസ്സിലാക്കിക്കോ. നീയൊക്കെ BJPക്കും RSSനും ഹിന്ദുത്വ സംഘടനകൾക്കും ഇട്ട് ഇടയ്ക്കിടെ നിന്റെയൊക്കെ കുരുപൊട്ടിച്ച് ഒഴുക്കാറുണ്ടല്ലോ, ഒഴുക്കിക്കോ. പക്ഷേ നിനക്ക് ആത്യന്തികമായിട്ടൊരു രക്ഷ, ഒരു പിന്തുണ വേണ്ടി വരുന്ന സമയത്ത് ഈ ഹിന്ദു സംഘടനകളും RSSും BJPയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും ഓർത്താൽ നിനക്ക് നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.